എനിക്കാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞു ആവയുണ്ട്. അവളെ എനിക്ക് വളർത്തണം. അവൾ വളർന്നു വരുന്നൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം എൻ്റെ മകൾക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞാണുള്ളത്. അവൾക്ക് അവിടെ കുഞ്ഞിനെ കാണണമെന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. ഏകദേശം 7 മാസത്തോളമായിട്ട് 5 ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട്. ഇനി ഏകദേശം ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ചിലവിനായിട്ട് നമുക്കൊരു വലിയ ഹ്യൂജ് എമൗണ്ടാണ് വേണ്ടത്. ഏകദേശം 10-20 ലക്ഷം രൂപയോളം വേണം. ഇതെല്ലാം കൂടെ എല്ലാവരും കൂടെ സഹായിക്കണം. എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞു ആവയുണ്ട്. അവളെ എനിക്ക് വളർത്തണം. അവൾ വളർന്നു വരുന്നൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മകൾ ഇപ്പം ചികിത്സയിലായിട്ട് ഒരു 7-8 മാസത്തോളമായി. ഇപ്പം 3-4 ആശുപത്രി കയറി ഒരു 19 ലക്ഷം രൂപയോളം ചിലവായി. ഇനി തുടർ ചികിത്സ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുണ്ട്. അതിന് ഡോക്ടർ പറയുന്നത് 10-75 ലക്ഷം രൂപയോളം ചിലവാകുമെന്ന്. ഞങ്ങളുടെ മുന്നിൽ അതിന് യാതൊരു മാർഗവുമില്ല. ഏരൂർ പഞ്ചായത്തിൽ ആർച്ചൽ ചിത്രയിൽ ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യ കഴിഞ്ഞ 7 മാസമായി രക്താർബുദം ബാധിച്ച് ചികിത്സ തുടരുകയാണ്. ഐശ്വര്യ എന്നാണ് പെൺകുട്ടിയുടെ പേര്. കേരളത്തിൻ്റെ വിവിധ ആശുപത്രികളിൽ ചികിത്സ ഇതിനകം തന്നെ തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം RCCയിലാണ് ഇപ്പോൾ ചികിത്സ തുടർന്നു വരുന്നത്. അസുഖം ഭേദമാക്കാൻ വേണ്ടി സാധ്യമാകുന്ന എല്ലാ ചികിത്സാ സൗകര്യവും ആ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ഒരുക്കിയിരുന്നു. 50 ലക്ഷത്തോളം രൂപ ഇതുവരെ ചിലവായിട്ടുണ്ട്. ഐശ്വര്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ മജ്ജ മാറ്റിവെക്കുന്ന ചികിത്സാ രീതി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്നുള്ളതാണ് RCCയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ കുടുംബത്തിന് ഇത്രയും വലിയൊരു തുക കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് ഞങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഐശ്വര്യയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള 75 ലക്ഷത്തോളം രൂപ നല്ലവരായിട്ടുള്ള എല്ലാ മനുഷ്യ സ്നേഹികളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മെയ് മാസം 15-ാം തീയതിക്കകത്ത് ഇത്രയും വലിയ തുക സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് നാട് ഒന്നിച്ചു നിന്നുകൊണ്ട് ഏറ്റെടുത്തിട്ടുള്ളത്. നിലവിൽ ഈ കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ 50 ലക്ഷത്തിലധികം രൂപയാണ് ആ പാവപ്പെട്ട കുടുംബത്തിന് ഐശ്വര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കേണ്ടി വന്നത്. തുടർന്ന് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ആ കുഞ്ഞിനെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ള ഡോക്ടർമാരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിലേക്ക് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ 60 ലക്ഷം രൂപ അവരുടെ ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കായി 15 ലക്ഷവും അടക്കം 75 ലക്ഷം രൂപ ആവശ്യമാണ് എന്നുള്ളത് അവർ പറയുകയും പ്രസ്തുത തുക നമ്മൾ കണ്ടെത്തി അക്കൗണ്ടിൽ നിക്ഷേപിച്ച് ബാങ്കിൻ്റെ കൺഫർമേഷൻ ആശുപത്രിക്ക് നൽകിയെങ്കിൽ മാത്രമേ ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ ആരംഭിക്കാൻ കഴിയുള്ളൂ. നിങ്ങളാൽ കഴിയും വിധം ചെറുതും വലുതുമായ തുകകൾ ഈ അക്കൗണ്ടിലേക്കോ QR കോഡിലോ അയച്ച് നമുക്കും കൈകോർക്കാം ഐശ്വര്യയ്ക്കായി, നാടിനും നാട്ടുകാർക്കുമൊപ്പം.